പ്രവാസി മലയാളി കുന്നിൻ ചെരുവിൽ 2.5 ഏക്കർ സ്ഥലം വാങ്ങി. തട്ടുതട്ടായ ഭൂമിക്ക് ചേരുംപടി കേരളീയ വാസ്തുകലാ ശൈലിയിൽ ചിതറിക്കിടക്കുന്ന കെട്ടിടങ്ങൾ നിർമ്മിച്ചു. എന്തായിരിക്കും കോടികൾ ചെലവിട്ട ആ നിർമ്മിതികളുടെ പിന്നിലുള്ള ഉദ്ദേശമെന്നറിയണ്ടേ? നമുക്കൊന്ന് കണ്ടുവരാം. കെട്ടിലും മട്ടിലും പ്രകൃതിയോട് ഏറെ ഇണങ്ങി നിൽക്കുന്നു. ആദ്യ നോട്ടത്തിൽ ഒരു റിസോർട്ടാണ് എന്ന് കരുതുന്ന തരത്തിൽ അത്ര ആകർഷകമായ നിർമ്മിതിയാണ്. പക്ഷേ ഇത് ധനസമ്പാദനത്തിനുള്ള ഒരു മാർഗമേ അല്ല, മറിച്ച് ഭിന്നശേഷിക്കാരായിട്ടുള്ള നിരവധി കുട്ടികൾക്ക് സൗജന്യമായി താമസിച്ച് പഠിക്കുന്നതിനുള്ള ഒരു കേന്ദ്രമാണ്. നാട്ടിൻപുറത്തിന്റെ നല്ല മനസ്സ് തെളിയുന്ന ഇടം, വീടിന്റെ ശാന്തതയും സുരക്ഷിതത്വവും സൗഹൃദവും സാഹോദര്യവും വിടരുന്ന പുത്തൻ അന്തരീക്ഷം. ചേർത്ത് നിർത്തേണ്ടവരായ കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല, അവരെ ഓർത്ത് നെടുവീർപ്പെടുന്ന അച്ഛനമ്മമാർക്കും കുടുംബാംഗങ്ങൾക്കും കൂടി ഒരർത്ഥത്തിൽ അഭയകേന്ദ്രമാണിവിടം. ഫെയറി ലാൻഡ്. കുഞ്ഞുങ്ങൾ ഭാവിയിൽ അനാഥരായേക്കാമെന്ന് ആശങ്കപ്പെടുന്ന ചിന്തകൾക്കുമേൽ തണൽ പൊഴിക്കുന്ന ആശാകേന്ദ്രം. ചെന്നീർക്കര ഊന്നുകൽ വലിയ വീട്ടിൽ സജി എബ്രഹാം എന്ന പ്രവാസി മലയാളിയുടെ സ്വപ്ന സാക്ഷാത്കാരമാണിത്. സംരംഭകനായ അദ്ദേഹത്തിന്റെ 2.5 വർഷം നീണ്ട ആഗ്രഹമാണ് ഇവിടെ പച്ചപിടിച്ചു വരുന്നത്. അതെൻ്റെ ഒരു വിഷനായിരുന്നു. അങ്ങനെയൊക്കെ ഡിഫറെൻ്റ് ഏബിൾഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ ഒരു സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടവരല്ലെന്നുള്ള അവരോട് നമുക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടല്ലോ ഈ കുഞ്ഞുങ്ങളോട്. ആ ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ ഒരു പൂർത്തീകരണമെന്ന് മാത്രമേ ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. ആ ഒരു വിഷനോടുകൂടി തന്നെയാണ് ഞാനിത് തുടങ്ങിയത് തന്നെ. ഒരു വർഷം മുമ്പ് കായംകുളത്ത് മിസ്പ എന്ന് പറയുന്നൊരു അവിടുത്തെ ഏകദേശം 150 കുട്ടികളോടൊത്ത് ഞാൻ ഒരു ദിവസം സ്പെൻഡ് ചെയ്തു. അവരെ ആലപ്പുഴ ബീച്ചിലോട്ട് ഞാൻ കൊണ്ടുപോയി. 2-3 ബസ് പിടിച്ച് ഞാൻ അവരെ ആലപ്പുഴ ബീച്ചിൽ കൊണ്ടുപോയി. അവരോടൊത്ത് ഒരു ദിവസം ഞാൻ സ്പെൻഡ് ചെയ്തായിരുന്നു ഫാമിലിയായിട്ട്. അപ്പോൾ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അങ്ങനെ നമുക്ക് കിട്ടിയൊരു കാഴ്ചപ്പാട്, വിഷനാണ്. ഇവിടെ അവർക്ക് വേണ്ടി എന്തെങ്കിലും സമൂഹത്തിന് ഞാൻ ജനിച്ച എൻ്റെ ജന്മനാടിന് തന്നെ ചെയ്യണമെന്നുള്ള ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഭിന്നശേഷിക്കാർക്കുള്ള ഒരു ഗ്രാമമാണിത്. ഫലവൃക്ഷങ്ങളും പൂന്തോട്ടവും എല്ലാം ഇവിടെ വളരുന്നുണ്ട്. കുട്ടികൾക്കുള്ള പാർക്ക് സജ്ജമാണ്. ഭിന്നശേഷിക്കാരായ 100 കുട്ടികൾക്ക് താമസിച്ച് പഠിക്കുന്നതിനും പരിശീലിക്കുന്നതിനും ആവശ്യമായ സൗകര്യങ്ങളുണ്ട്. ജീവകാരുണ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന പത്തനാപുരം ഗാന്ധി ഭവനാണ് നടത്തിപ്പ് ചുമതല. ഗാന്ധി ഭവൻ ഫെയറി ലാൻഡ് എന്ന പേരിൽ അത് തെളിഞ്ഞു നിൽക്കുന്നുമുണ്ട്. അവരെക്കുറിച്ച് ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്. നല്ല പ്രവൃത്തികൾ സമൂഹത്തിന് വേണ്ടി അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഗാന്ധി ഭവനെ അതിനുവേണ്ടി ചുമതല ഏർപ്പെടുത്തിയിരിക്കുന്നത്. സൗജന്യമായിട്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹം. അത് ഗാന്ധി ഭവൻ്റെ ഉത്തരവാദിത്തമാണ്. അവർ ചെയ്യും. പൂർണ്ണമായിട്ട് എനിക്ക് അവരിൽ വിശ്വാസമുണ്ട്. ഗാന്ധി ഭവൻ ചെയ്തെടുക്കുക. 15 വർഷത്തേക്കാണ് സ്ഥാപനത്തിന്റെ പ്രവർത്തനം ഗാന്ധി ഭവനെ ഏൽപ്പിച്ചിട്ടുള്ളത്. ഓമല്ലൂർ, ചെന്നീർക്കര, മെഴുവേലി ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തുള്ള കുട്ടികൾക്കാണ് ഇവിടെ മുൻഗണന. ഹോം ഫോർ ഓർഫൻസ് ആൻഡ് ഹോം ഫോർ ചിൽഡ്രൻ ഫോർ സ്പെഷ്യൽ നീഡ്സ്, അങ്ങനൊരു വിഷൻ കിട്ടിയിട്ട് അത് പറയുമ്പോൾ ഇതൊരു ചാരിറ്റി വർക്ക്സ് എന്ന് പറയാനൊക്കത്തില്ല. കാരണം എനിക്കിത് ഒരു വിഷൻ, ദൈവത്തിൻ്റെ വിഷൻ കിട്ടിയിട്ടുള്ള ഇത് കിങ്ഡം വർക്ക്സാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ഭയങ്കരമായിട്ടുള്ള ഒരു വിഷൻ കിട്ടിയിട്ട് അത് ഒന്നും ബാക്കിയുള്ള അതിനകത്തുള്ള ഫൈനാൻഷ്യൽ കാര്യങ്ങളൊന്നും നോക്കാതെ ആ കിട്ടിയ വിഷൻ ആ കോൾ അത് സ്വീകരിച്ചു. അതുപോലെ സജി ബ്രദർ അനുസരിച്ചു. അതിന് വേണ്ടി സ്റ്റെപ്പ് മുമ്പോട്ട്. ഇത് ഭയങ്കരമായിട്ട് എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ പ്രകാശപൂരിതമായ ഭാവിക്ക് പര്യായമായി കൂടി മാറുകയാണ് ഗാന്ധി ഭവൻ ഫെയറി ലാൻഡ്. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട. ഈ സ്നേഹഗ്രാമത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ പറയാൻ CK അഭിലാൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഭിലാൽ, സജി എബ്രഹാം എന്ന് പറയുന്ന ആ ഒരു വലിയ മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ആ ഒരു വിഷൻ, അദ്ദേഹം പറഞ്ഞൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളോട് നമുക്കൊരു കമ്മിറ്റ്മെന്റ് ഇല്ലേ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആ ഒരു മനസ്സ് തന്നെയാണ് ഇങ്ങനെ ഒരു മനോഹരമായൊരു സ്നേഹഗ്രാമം പണിയാൻ അദ്ദേഹത്തിനെ, ആ ഒരു കാര്യത്തിലേക്ക് അദ്ദേഹത്തിനെ എത്തിച്ചത്, അല്ലേ? അത്യാകർഷമായ അന്തരീക്ഷമാണ്, അതിമനോഹരമായ നിർമ്മിതിയാണ്. ഇവിടെ താമസിക്കുന്ന കുട്ടികൾക്ക് തീർച്ചയായും അത് മാനസികമായ ഉല്ലാസം പകരും, അതുവഴി ശാരീരിക ഉന്മേഷവും ഉറപ്പു നൽകും. ജീവകാരുണ്യ രംഗത്ത് സജി എബ്രഹാം എന്നുള്ള പ്രവാസി മലയാളിയുടെ ആദ്യ സംരംഭമല്ലിത്.
വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം വീടിനോട് ചേർന്ന് മറ്റൊരു സ്ഥലത്ത് സ്ഥലം വാങ്ങി കെട്ടിടം നിർമ്മിച്ച് അനാഥരായിട്ടുള്ള വൃദ്ധജനങ്ങളെ താമസിപ്പിക്കുന്നതിനായി ഒരു പദ്ധതി ആവിഷ്കരിച്ചിരുന്നു. അതിപ്പോൾ 5 വർഷം പൂർത്തിയാവുകയാണ്. ഇതുപോലെ തന്നെ ഏറ്റെടുത്ത് നടത്തിപ്പിനായി അദ്ദേഹം മറ്റൊരു ആളെ അതിൻ്റെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. 2019-20 കാലയളവിൽ പ്രദേശത്തെ നിർധനരായ 5 യുവതികൾക്ക് അദ്ദേഹം വിവാഹം നടത്തിക്കൊടുത്ത മറ്റൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഈ പദ്ധതിയുടെ റിപ്പോർട്ടിങ്ങിനായി അവിടെ എത്തിയ സമയത്ത് ഒരു പ്രതികരണം തേടിയപ്പോൾ അത്തരത്തിൽ തൻ്റെ പരസ്യം കൂടിയായി മാറാൻ ഇത് പാടില്ല എന്നുള്ള നിലപാടിലായിരുന്നു അദ്ദേഹം. പക്ഷേ ഞങ്ങളുടെ സ്നേഹപൂർവമായ നിർബന്ധത്തിന് വഴങ്ങിയ ഒടുവിൽ അദ്ദേഹം നമ്മോട് സംസാരിക്കുകയാണുണ്ടായത്. കഴിഞ്ഞ ദിവസമായിരുന്നു ഈ പദ്ധതിയുടെ ഉദ്ഘാടനം. മന്ത്രിയും MLA-മാരും ഗ്രാമ പഞ്ചായത്ത് പ്രതിനിധികളും ഒക്കെ തന്നെ പങ്കെടുത്ത ഈ പരിപാടിക്കായി തയ്യാറാക്കിയ നോട്ടീസിൻ്റെ ഒരു ഇടത്ത് പോലും സജി എബ്രഹാം എന്നുള്ള പേര് കാണാൻ കഴിഞ്ഞിട്ടില്ല. പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത് ജീവകാരുണ്യ പ്രവർത്തനം എന്നുള്ളത് സെൽഫ് പ്രൊമോഷന് വേണ്ടി കൂടി ഉപയോഗിക്കുന്ന ആളുകളെയാണെങ്കിൽ സജി എബ്രഹാം. അതെ തീർച്ചയായും അത് തന്നെയാണ് അഭിലാൽ. പക്ഷേ സജി എബ്രഹാമിനെ ലോകം അറിയണം അല്ലേ? അദ്ദേഹത്തിന്റെ ആ ഒരു വിഷൻ, അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ ലോകം അറിയണം. അതുകൊണ്ട് തന്നെ അഭിലാൽ ചെയ്ത ഈ ഒരു റിപ്പോർട്ട് അത് ഒരുപാട് പേര് കാണാനിടയാവട്ടെ. അദ്ദേഹത്തിന്റെ വലിയ മനസ്സിന് വലിയൊരു കയ്യടി കൂടി നൽകുകയാണ്.